DGP ഓഫീസ് മാർച്ചിലെ അക്രമത്തിൽ പോലീസിനെതിരെ കടുത്ത നീക്കവുമായി പ്രതിപക്ഷ നേതാവടക്കം മുൻനിര നേതാക്കളെ വധിക്കാൻ പോലീസ് നീക്കം നടത്തിയെന്ന് കാണിച്ച സ്പീക്കർക്ക് അവകാശ ലംഘന നോട്ടീസ് നൽകി. അതേസമയം കോൺഗ്രസ് നേതാക്കൾ പോലീസിനെ ആക്രമിച്ചുവെന്ന് മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ എഫ്ഐആറിൽ പറയുന്നു. DGP ഓഫീസ് മാർച്ചിലെ സംഘർഷത്തിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. പോലീസ് അതിക്രമത്തിനെതിരെ AP അനിൽകുമാർ സ്പീക്കർക്ക് ചട്ടം 154 പ്രകാരം അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകി. മുഖ്യമന്ത്രിക്കും DGPക്കുമെതിരെ അവകാശ ലംഘനത്തിന് നടപടി ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. പ്രതിപക്ഷ നേതാവടക്കം മുൻനിര നേതാക്കളെ വധിക്കാൻ പോലീസ് ശ്രമിച്ചെന്നാണ് നോട്ടീസിലെ പ്രധാന ആരോപണം. ഗൂഢലക്ഷ്യത്തോടെയായിരുന്നു പോലീസിന്റെ ആക്രമണം. ഗ്രനേഡും കണ്ണീർവാതകവും പ്രയോഗിക്കും മുമ്പ് പോലീസ് മാനുവൽ പ്രകാരമുള്ള നടപടികൾ പാലിച്ചില്ല. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അധമമായ നരഹത്യാശ്രമമാണെന്നും നോട്ടീസിൽ ആരോപിക്കുന്നു. അതേസമയം DGP ഓഫീസ് മാർച്ചിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് K. സുധാകരനെ ഒന്നാം പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തത്. VD സതീശൻ രണ്ടാം പ്രതിയാണ്. രമേശ് ചെന്നിത്തലയും ശശി തരൂരും കേസിൽ പ്രതികളാണ്. കണ്ടാലറിയാവുന്ന 500 പേർക്കെതിരെയും കേസുണ്ട്. നേതാക്കൾ പോലീസിനെ ആക്രമിച്ചെന്നാണ് FIR. പോലീസ് വാഹനങ്ങൾ തകർക്കാൻ ശ്രമിച്ചു. ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്തു. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി. നവകേരള സദസ്സിന്റെ ബോർഡുകൾ തകർത്തു. കല്ലെറിഞ്ഞ് മാധ്യമപ്രവർത്തകന്റെ തല പൊട്ടിച്ചു. വ്യാപകമായ നാശനഷ്ടങ്ങൾ വരുത്തി. പൊതുമുതൽ നശിപ്പിച്ചതിനടക്കമാണ് കേസെടുത്തിരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.